ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും എൻ്റെ ഒരു വ്ളോഗിലോട്ട് സ്വാഗതം. യെസ്, അപ്പോൾ ഇതിൽ നിന്ന് ഞങ്ങൾ പോവാട്ടോ. അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ഇത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. നമ്മളൊരു ഇറച്ചി കേക്കും, അതുപോലെ അരിരപ്പം, പിന്നെന്താണ് നമ്മുടെ പൂരം വറുത്തതിട്ട ഈ ഒരു 3 ഐറ്റംസും പിന്നെ 3-4 ഡ്രസ്സും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കെട്ടിപ്പൊറുക്കി നമ്മൾ പോവുകയാണ്. എങ്ങോട്ടെന്നല്ലേ, കോഴിക്കോട്ട് കാട്ടോ പോകുന്നത്, വേറെ എങ്ങോട്ടുമല്ല. അപ്പോൾ ഇപ്പോൾ ഞാനും മക്കളും മാത്രമേ വിടുള്ളൂ, ബാക്കി എല്ലാവരും പോയിട്ടുണ്ട്. ഉപ്പയും ഉമ്മയും ഫാസിയാത്തി മോനൊക്കെ പോയിട്ടുണ്ട്. അവർ ബസ്സിനാട്ടോ പോയത്. അപ്പോൾ ഞാനും കാക്കിയും മക്കളും മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഓട്ടോറിക്ഷയിൽ പോണത്. നിഷ ഉണ്ടത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നിഷയ്ക്ക് വയ്യാണ്ടായി, പനിയും നിഷയ്ക്കും കുട്ടികൾക്ക് പനി ഇതൊക്കെ ആയതുകൊണ്ട് അവൾ വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ മാത്രമായിട്ട് ഓട്ടോയിൽ. അപ്പോൾ ഫാസിയാത്തായിട്ട് കയറാൻ പറഞ്ഞപ്പോൾ ഇത്തത് പറഞ്ഞു തിരിച്ച് വരുമ്പോൾ ഞാൻ കയറാൻ പോകുമ്പോൾ ഞാൻ ഉപ്പാനും ഉമ്മാനും കൂടെ പൊക്കോളാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ബസ്സിനായതുകൊണ്ട് അവർ നേരത്തെ കാലത്ത് ഇറങ്ങി. പിന്നെ നമ്മൾ ഓട്ടോയ്ക്കല്ലേ, അപ്പോൾ നമ്മൾ കുറച്ചാക്കത്തി അങ്ങോട്ട് പോകാമെന്ന് കരുതി. കുറച്ച് ലേറ്റായിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു, നേരെ പോവാണ്. അപ്പോൾ നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് കോഴിക്കോടാണ്. അതായത് നമ്മൾ ഫെബിൻ്റെ വീട്ടിലായിരുന്നു ഉച്ചക്കത്തെ ഫുഡ് ഉണ്ടായിരുന്നത്. അത്താഫ് പിന്നെ ഷോപ്പ് പോയിട്ടുണ്ടായിരുന്നു, നമ്മളെ കൂടെ ഇല്ല. അപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്തു. ഞാനും മക്കളും മാത്രമല്ല, ഞങ്ങൾ കൊച്ചു യാത്രയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒറ്റയ്ക്ക് പോകുമ്പോൾ ഭയങ്കര ചടപ്പുണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മളെ കൂടെ വേണ്ടി പറഞ്ഞിരിക്കാൻ വേറെ ആരുമില്ലേ, നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. എന്നാലും സാറില്ല. അപ്പോൾ ഞങ്ങളാണ്ട് യാത്ര സ്റ്റാർട്ട് ചെയ്തു. എന്നാലും വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. രസമൊക്കെ ഉണ്ടായിരുന്നു, മക്കളൊക്കെ ഹാപ്പി ആയിരുന്നു. അതിനിടയിൽ നമ്മുടെ അയാൻമൊക്കെ തലവേദനയൊക്കെ വന്നു കേട്ടോ. കുറച്ച് നേരം ആൾ കിടന്നിട്ടുണ്ടായിരുന്നു തലവേദന വന്നിട്ട്. പിന്നെ എവിടെ പോകുമ്പോഴും അതിനൊരു തലവേദന ഉണ്ടാവും. കാരണം എനിക്ക് ലോങ് യാത്ര ഒന്നും വല്ലാണ്ട് ഇഷ്ടമല്ല, ഇഷ്ടമല്ല പറ്റൂല. അപ്പോൾ തലവേദന വരാറുണ്ട്. അങ്ങനെ നമ്മളിത് ഓരോരോ ചെറിയ ചെറിയ കടകൾ നോക്കി നടക്കായിരുന്നു കേട്ടോ, ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. അവർക്ക് തലവേദന എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞൊരു ചായ കുടിച്ചിട്ട് നമുക്ക് പോകാമെന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ പോവാണ്. പോകുന്ന ടൈമിൽ ഇതേപോലെ ചെറിയൊരു തട്ടുകട നമ്മൾ കണ്ടായിരുന്നു. കുറച്ച് പയ്യന്മാർ നടത്തുന്നതാണ് കേട്ടോ. ഇന്നത്തെ കാലത്തൊക്കെ പയ്യന്മാർ തട്ടുകട നടത്തുന്ന നല്ല കാര്യം തന്നെയാണ്. പലവരും പല വേണ്ടാത്തതായിട്ടുള്ള പല റൂട്ടിൽ പോകുന്ന മക്കളാണ് ഇന്നത്തെ കാലത്തുള്ളത്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ പയ്യന്മാർ ഇതുപോലെ ചെറിയ ഷോപ്പിൽ നടത്തുന്നത് നല്ല കാര്യം തന്നെയാണല്ലോ. അപ്പോൾ അവിടെ പോയപ്പോൾ സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി, ചായ ഓർഡർ ചെയ്തതിന് ശേഷം. അങ്ങനെ പിന്നെ കാക്കാൻ ഓർമ്മിപ്പിച്ചു കേട്ടോ വീഡിയോ എടുക്കാൻ. അപ്പോൾ ഇതിനെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ റോളായിരുന്നു, അത് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെയുള്ളത് അയാൾക്ക് വാങ്ങിച്ചിട്ടുള്ള മുട്ട പോക്കറ്റ്, അങ്ങനെ തന്നെയാണോ പറയുക, നമ്മൾ ഷവർമ പോക്കറ്റ് എന്നൊക്കെ പറയില്ല, അതേപോലെ കോഴിമുട്ടേൻ്റെ ഒരു ചെറിയൊരു ബ്രെഡ് ബോക്സ് ആയിരുന്നു കേട്ടോ. നമ്മൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞു. അവിടെ നിന്ന് ഇറങ്ങുന്ന ടൈമിൽ ഐസിമാർക്ക് പഴം വേണമെന്ന് പറഞ്ഞ് കരഞ്ഞു. അങ്ങനെ അവരുടെ അടുത്തുണ്ടായിരുന്ന ഒരു പഴം മേടിച്ചിങ്ങനെ ഞങ്ങൾ കൊണ്ട് പോകുന്നു കേട്ടോ. അവനെ കരച്ചിലായിട്ടപ്പോൾ ഞങ്ങൾ എഴുതിയത് കഴിക്കുന്നു, പക്ഷെ ആൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ലാസ്റ്റ് നമ്മളത് കഴിക്കേണ്ട അവസ്ഥയായി. പൊതുവേ നേന്ത്രപ്പഴം എനിക്കിഷ്ടമുള്ള കാര്യമല്ല, പിന്നെ വെറുതെ നാശാക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ തന്നെ അത് ഷെയർ ഇട്ട് കഴിച്ചു. അതങ്ങോട്ട് ഫിനിഷ് ചെയ്തു, അല്ലാണ്ട് ഒഴിവാക്കാൻ പറ്റൂലല്ലോ. പിന്നെ ഈ ഒരു പാലത്തിൻ്റെ സൈഡിൽ നിറച്ചത് ഇതുപോലത്തെ ഹൗസ് ബോട്ടിൽ എന്താ പറയുക, ബോട്ടുകളാണ് കേട്ടോ. കടലിൽ പോകുന്ന മീൻ പിടിക്കാൻ പോകുന്ന വണ്ടികളാണ്, ബോട്ടാണ്, വണ്ടിയുള്ള ബോട്ടാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ കോഴിക്കോട് എത്തിയിട്ടുണ്ട്. കോഴിക്കോടുള്ള നമ്മൾ ഫെബിൻ്റെ വീട്ടിൽ ഏകദേശം എത്തിയിട്ടുണ്ട്. ഈ കയറ്റം നേരെ കയറുന്നത് നമ്മൾ ഫെബിൻ്റെ വീട്ടിലോട്ടാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഇതൊക്കെ അവരോട് എപ്പോഴും ഇങ്ങനെ കാണുന്ന ഡോഗാണ് വെച്ചാൽ ഒരിപ്പോൾ ഇങ്ങനെ ഭക്ഷണം കൊടുത്തിട്ട് അവിടെ ഇങ്ങനെ വളർന്നു വന്ന കുറച്ച് നായ്ക്കുട്ടികളാണ് കേട്ടോ. അങ്ങനെ നമ്മളെ മക്കളെല്ലാവരും ഇന്ന് മിഠായി കഴിക്കുകയാണ് കേട്ടോ. എല്ലാവരും മിഠായി കഴിക്കുകയാണ്. പിന്നെന്താണ് കടില നായ്ക്കളൊക്കെ എപ്പോഴും അവിടെ ഉണ്ടാവും. പിന്നെ നമ്മളെ കിളി ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മൾ വീട്ടിൽ നിന്ന് കൊടുന്നാണ്. ഞാൻ അതിൻ്റെ അടുത്ത് തന്നെ ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ആ കിളീനെ. ഓന് ശബ്ദം കേട്ടപ്പോൾ അത് ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ആയിരുന്നു നിന്നുണ്ടായിരുന്നത്. നമ്മൾ ഇങ്ങോട്ട് ഫെബിക്കൊണ്ട് കൊടുത്തു വിട്ടായിരുന്നു. നമ്മൾ വന്ന ടൈമിൽ ഫെബി നമുക്ക് വെൽക്കം ഡ്രിങ്ക് ആയിട്ട് മാംഗോ ജ്യൂസ് ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിച്ചു. പൊതുവേ എനിക്ക് മാംഗോ ജ്യൂസ്, ബട്ടർ ജ്യൂസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവം കേട്ടോ. മറ്റെന്തിനേക്കാളും ഞാൻ പുറത്ത് പോയാൽ ഏറ്റവും കഴിക്കുന്നത് ബട്ടർ അല്ലെങ്കിൽ മാംഗോ ആയിരിക്കും. പിന്നെ നമ്മളമ്മ ഡ്രസ്സൊക്കെ മാറ്റി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഫുഡിന് ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡ് മന്തിയൊക്കെ ആയിരുന്നു, ചിക്കൻ മന്തി, പിന്നെ ബീഫ്, അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഇപ്പം മാങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാങ്ങയും തോന്നു കേട്ടോ. പിന്നെ നല്ല പഴുത്ത മാങ്ങയായിരുന്നു. പിന്നെ നമ്മൾ കിളിക്കൊരു മാങ്ങോൻ്റെ പീസ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കഴിച്ചു. പിന്നെയാണ് ഈ ഒരു സംഭവം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്, വരാൽ. എത്ര 3.5 കിലോൻ്റെ പുറത്തുണ്ടെന്നാണ് ഇപ്പോൾ പറഞ്ഞത് വരാൽ. അപ്പോൾ നമ്മൾ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നപ്പോൾ ഇപ്പോൾ ഫ്രീസറിലൊക്കെ വെച്ചതായിരുന്നു കേട്ടോ. ഭയങ്കര വലുതാട്ടോ മീൻ. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇടുന്നുണ്ട്, അതായത് ഇട്ടിട്ടുണ്ട്. നമ്മൾ കറി വെക്കുന്നതിൻ്റെ കട്ട് ചെയ്യുന്നതിൻ്റെ ഒക്കെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വലിയ മീനാണ്, ഏകദേശം നമ്മുടെ കയ്യിൻ്റെ വലുപ്പമുള്ള മീനാണ് കേട്ടോ ഇത്. അപ്പോൾ അത് ഫ്രീസർ ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കഴിച്ച ഫുഡിൻ്റെ കുറച്ച് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നായ്ക്കൾക്ക് ഇട്ട് കൊടുക്കാനാണ് കേട്ടോ. പക്ഷേ ഇവർ ഒന്നും ഉപദ്രവിക്കൊന്നുമില്ല. കാരണം കൊറോണ കാലം മുതലേ ഉപ്പ ഇങ്ങനെ പുറത്തുനിന്ന് വരുന്ന ടൈമിലൊക്കെ കുട്ടികളെ കണ്ട കാലത്ത്
അതിങ്ങനെ ഓരോന്ന് കൊണ്ടിട്ട് കൊടുത്തിട്ട് അന്നുള്ള ഇതാണ് ഇവർക്ക്. ഇവിടെ എപ്പോഴും ഫുഡിനൊക്കെ വരും, അല്ലാണ്ട് ഉപദ്രവം കാര്യങ്ങളൊന്നും വരില്ല കേട്ടോ. അങ്ങനെ എപ്പോഴും ആ ഒരു മുറ്റത്ത് എപ്പോഴും ഇങ്ങനെ കിടക്കും. സാധാരണ 3 പേരുണ്ടാവരുണ്ട്, ഇന്ന് 2 പേരേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇത് വീണ്ടും നമ്മളെല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിപ്പോൾ വീണ്ടും മാങ്ങ കട്ട് ചെയ്ത് കണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ മാങ്ങ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല മധുരമാണെന്ന്, പഴുത്തിട്ട് അലിഞ്ഞതൊന്നുമല്ല, നല്ല ടേസ്റ്റുള്ളൊരു മാങ്ങയായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. പിന്നെ ചായ കുടിക്കാൻ നേരം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങളിത് യാത്ര പറഞ്ഞു. ഫെബിയും ചിന്നും ഉണ്ടായിരുന്നു. വീഡിയോ എടുക്കാനുണ്ടാക്കിയത് ചിന്നു ഓടിയിട്ടാ. പിന്നെ ഫെബിനോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ പോകണം നോക്കി. ഫെബി ആ തലക്കങ്ങനെ നോക്കിയായിരുന്നു കേട്ടോ. അങ്ങനെതാ ഞങ്ങൾ യാത്രയൊക്കെ പറഞ്ഞു അവിടെ നിന്ന് ഇറങ്ങി. കാരണം നമുക്ക് വീട്ടിൽ എത്തണം. നമ്മൾ വരുന്ന ടൈമിൽ തന്നെ ഭയങ്കര ബ്ലോക്കായിരുന്നു. അപ്പോൾ തിരിച്ചു പോകുമ്പോൾ എങ്ങനെയാലും ഒരു നല്ല ഇരുടാവണ്ട, കുറച്ച് നേരത്തെ എത്താന്നുള്ള രീതിയിൽ ഞങ്ങൾ നേരത്തെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തിരിച്ചു വരുമ്പോൾ ഉമ്മ നമ്മുടെ കൂടെ കയറിയിട്ടുണ്ട്. ഉമ്മാനെ ബസ് സ്റ്റോപ്പിൽ ഇറക്കി കൊടുക്കണം. ഉപ്പാനെ കോഴിക്കോട്ടത്തെ ഉപ്പ നമ്മൾ ഉപ്പാനിട്ട് ബസ് സ്റ്റോപ്പിൽ പോയിട്ടുണ്ട്. ഞാനിപ്പോൾ ഉമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓട്ടോ പോയിക്കോ, ഞാനിപ്പം കൂടെ ബസ്സിന് വരാമെന്ന്. പക്ഷേ ഉമ്മക്ക് വേണ്ട, നിങ്ങൾ കുട്ടികളേക്ക് ഓട്ടോറിക്ഷ പോയാൽ മതി പറഞ്ഞിട്ട് ഉമ്മ സമ്മതിച്ചില്ല കേട്ടോ. അതുകൊണ്ടായിരുന്നു 4 പേർക്കാണെങ്കിൽ ഓട്ടോയിൽ വരാൻ പറ്റൂല. അങ്ങനത്തെ ഒരു ഇതായതുകൊണ്ടാണ് ഉപ്പയും ബസ്സിന് വന്നു. ഞങ്ങൾ മക്കളെല്ലാവരും കൂടെ ഓട്ടോറിക്ഷയിലായിട്ട് പോയത്. പിന്നെ ഉമ്മ സമ്മതിച്ചില്ല ബസ്സിന് വരാൻ, ഓട്ടോറിക്ഷ പോയാൽ മതി എന്ന് ഉമ്മ പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഓട്ടോ പോകുന്നത്. അങ്ങനത്തെ ഉപ്പാനോടൊക്കെ യാത്ര പറഞ്ഞു വീണ്ടും നമ്മൾ അവിടെ നിന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്ത് വീട്ടിലോട്ട്. അങ്ങനെ തന്നെ നമ്മൾ നാട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വരുന്ന എല്ലാ വീഡിയോസും എടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. എന്താ പോലെ അങ്ങനെ നമ്മൾ വരുന്ന വീഡിയോ എടുത്ത് വലിയ ഇതൊന്നും ഇല്ലല്ലോ. വേറെ എവിടെയും നമ്മൾ ഇറങ്ങിയിട്ടില്ല, നമ്മൾ ഡയറക്റ്റ് വീട്ടിലല്ലേ വരുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനത്തെ നമ്മളെ നാട്ടിലെത്തിയിട്ടുണ്ട്. ഇവിടെ അന്നശ്ശേരി എന്നുള്ള സ്ഥലത്ത് എത്തിയപ്പോൾ നമ്മളൊരു ടീ സ്റ്റോൾ ഉണ്ടായിരുന്നു, ഫാമിലിയായിട്ട് നടത്തുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളവിടെ കയറിയിട്ട് ഗ്ലാസ് ചായ കുടിക്കാൻ കരുതി. പൊതുവേ മക്കൾക്ക് യാത്രയിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ഇഷ്ടമാണല്ലോ ഇങ്ങനെ പുറത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ കഴിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ മക്കളെയും കൊണ്ട് നേരെ അവിടെ കയറി. അപ്പോൾ നമ്മൾ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അവിടെ എത്തുന്ന ടൈമിൽ. അതുകൊണ്ട് തന്നെ എന്താണ്, നമുക്ക് പ്രത്യേകിച്ച് വല്ല സ്നാക്സ് ഒന്നും കിട്ടിയില്ല. മുട്ട ബജിയാണോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത് മക്കൾക്ക് ഇഷ്ടമായത് കൊണ്ട് മുട്ട ബജി മക്കൾക്ക് മേടിച്ചു കൊടുത്തു. എനിക്ക് കാര്യമായിട്ട് അവിടെ ഒന്നും ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ വേറെ ഒന്നും കഴിച്ചില്ല, വെറും ചായ മാത്രമായിട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കഴിച്ചുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താണ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഓക്കെ, താങ്ക്